ഗെയ്സ്, ഇനി ഞാനൊരു കോമൺ കറി കാണിച്ചു തരട്ടെ. എന്താ പറയുക, മത്തിയും മാങ്ങയും. ആ മാങ്ങ എല്ലാവരും വയ്ക്കുന്ന കറിയാണെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാട്ടോ. ഞാനത് കറി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറി അതിൻ്റെ പുറത്ത് ഇങ്ങനെ താളിച്ചിടുകയാണ്. അതിന് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഒട്ടിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക കൊച്ചുള്ളിയും ചുമന്നുള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളത് മൂക്കുന്നവർ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യണം. മാങ്ങയും മത്തിയും നമ്മൾ കറി വയ്ക്കുന്നുണ്ടെങ്കിലും ഈ മത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരിച്ച് കറി വെച്ചാണ്. നമ്മൾ ഒരു ചെറിയ മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിനകത്ത് കലക്കി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കറി വയ്ക്കുക. പക്ഷെ മാങ്ങ ഇതിൻ്റെ കൂടെ ഒരുമിച്ചിടരുത് കേട്ടോ. മാങ്ങ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വെന്ത് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മത്തി തിളച്ച് വന്നു കഴിയുമ്പോൾ മാങ്ങ അതിനകത്തേക്ക് അരിഞ്ഞിടണം. അല്ലെങ്കിൽ മത്തിയില്ലേ ഈ മാങ്ങ അങ്ങോട്ട് വെന്ത് അലത്തും. നല്ലൊരു മാങ്ങയും മത്തിയും കറി വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ അങ്ങോട്ട് അലത്തിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെന്താൽ മതി. അത് മത്തി വെന്ത് കഴിയുമ്പോഴത്തേക്കും വെന്ത് തിളച്ച് വരുമ്പോഴത്തേക്കും മാങ്ങ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി കറി, നമുക്ക് ചോറുണ്ണാനൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മൾ താളിച്ച് കഴിഞ്ഞിട്ടും ചെയ്യുമ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് മത്തി വറക്കാനും വയ്ക്കാം. മത്തി പുരട്ടി വെച്ചേക്കാണ്. അതിനകത്ത് മഞ്ഞളും മുളകും കുരുമുളകും ഒക്കെ പുരട്ടി വറുത്ത് വെച്ചോണം. വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. കൊളസ്ട്രോളൊക്കെ കൂടാതിരിക്കാൻ വെളിച്ചെണ്ണ പരമാവധി എല്ലാവരും കുറയ്ക്കുക. വെളിച്ചെണ്ണ കൂടിയ പ്രഷർ കൂടും. എന്താ പറയുക, പിന്നെ കൊളസ്ട്രോൾ കൂടുതലാവും. അതിനാണ് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെച്ചേക്കണം. നമ്മൾ പാലാകുമ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ട നമുക്ക്. അത് ഉള്ളി താളിച്ച പാത്രം ആയതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ ടേസ്റ്റും ഒക്കെ വന്നോളും. അപ്പോൾ അത് നല്ലൊരു കറിയാണ്. നമുക്ക് ഉച്ചത്തേക്ക് നല്ല ഊണ് കഴിക്കാനോ ഉച്ചത്തേക്കൊക്കെ നല്ലൊരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ ഒരു മോരുകറി, ഒരു തോരൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഈ മീൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കണ്ട. മാങ്ങ ഉണ്ട് അനങ്ങിയിട്ടില്ല. ഈ മത്തി തിളച്ച് കഴിയുമ്പോഴേ മാങ്ങ ഇടാവുള്ളൂ. അത് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞില്ലെങ്കിലും അത് നല്ല സപ്പോർട്ടായി നിന്നോളും. നല്ലതായിരിക്കും കേട്ടോ. തൊലി കളയണമെന്നില്ല. സീസൺ ടൈമിലാകുമ്പോൾ നമുക്ക് ഒത്തിരി മാങ്ങ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ മാങ്ങ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ മാങ്ങയും മീനുകൾ കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ സീസണിൽ വയ്ക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നില്ല. ആ സമയം സീസൺ അല്ലാത്തപ്പോൾ മാങ്ങ ഇട്ട് കറി വെച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.